വെൽക്കം ടു ബയോനെസ്റ്റർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT ബേസിക് സയൻസിലെ 5th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് രോഗങ്ങളും രോഗകാരികളും എന്ന സിലബസ് പോയിൻ്റാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് PSC എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കാം. ആദ്യമായി രോഗങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം മുതലായവയാണ്. മറ്റു ചില രോഗങ്ങളാണ് കോളറ, മലമ്പനി, പന്നിപ്പനി തുടങ്ങിയവ. ചിക്കൻ ഗുനിയൊക്കെ ഈ പകരുന്ന രോഗങ്ങളുടെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്നാൽ പകരാത്ത രോഗങ്ങളാണ് ക്യാൻസർ, പ്രമേഹം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, പക്ഷാഘാതം, കൊളസ്ട്രോൾ കൂടിയ ഹൈപ്പർ കൊളസ്ട്രീമിയ മുതലായവയെല്ലാം. ഓക്കെ, അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ആ ബോക്സിൽ പഠിക്കാനായിട്ട്. അതിനുശേഷം അടുത്തത് പറഞ്ഞിരിക്കുന്ന പകർച്ചവ്യാധികൾ എന്നാൽ എന്താണ് എന്നാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. വളരെ സിമ്പിളാണല്ലേ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരുന്ന രോഗങ്ങളെയാണ് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത് അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അടുത്തത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് മഹാമാരികൾ എന്നുള്ളത്. അപ്പോൾ മഹാമാരികൾ അഥവാ പാൻഡമിക് എന്താണെന്ന് നോക്കാം. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നു. അപ്പോൾ ഈ കൊറോണ വൈറസിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും ഈ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായല്ലോ. പകർച്ചവ്യാധികളാണ്. അത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല, മറ്റു രാജ്യങ്ങളിലേക്കോ അഥവാ ഭൂഖണ്ഡങ്ങളിലേക്കോ, അതായത് അത്ര വിസ്തൃതമായിട്ടൊരു പ്രദേശത്ത് വരെ അത് പടർന്നു പിടിക്കാൻ കെൽപ്പുള്ളവയാണ്. അതുമാത്രമല്ല, അത് നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് നമ്മൾ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിജീവിച്ച കുറേ മഹാമാരികളുണ്ട്. ഏതൊക്കെയാണ്? വസൂരി അഥവാ സ്മാൾ പോക്സ്, അതുപോലെ തന്നെ ക്ഷയം, പ്ലേഗ്, ഏറ്റവും റീസെൻ്റായിട്ട് വന്ന നമ്മൾ കൊറോണ വൈറസ് എന്ന് പറയുന്ന COVID-19. ഇതെല്ലാം പാൻഡമിക്കിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്തതായിട്ട് രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? എന്താണ് കാരണം? രോഗകാരികളാണല്ലേ. രോഗകാരികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ആ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ രോഗകാരികൾ അഥവാ പത്തോജൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നത് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. എന്നാൽ ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ ചെറിയ സൂക്ഷ്മജീവികൾ മാത്രമാണോ? അല്ല, എലിച്ചെള്ളു പോലത്തെ കുറച്ച് നമുക്ക് അത്യാവശ്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രോഗകാരികളും ഉണ്ടല്ലേ. അപ്പോൾ അതും ഈ രോഗകാരികൾക്ക് ഉദാഹരണങ്ങളാണ്. പിന്നെ ഈ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് മാത്രമല്ല, പ്രോട്ടോസോവ പോലത്തെ സൂക്ഷ്മജീവികളും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ താഴെ തന്നിരിക്കുന്നത് ബാക്ടീരിയയുടെ ഒരു ചിത്രമാണ്. അടുത്തതായിട്ട് മൈക്രോസ്കോപ്പിലൂടെയുള്ള ഒരു വൈറസിൻ്റെ ദൃശ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയുന്നത് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികളെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളാണോ? അല്ലാതെ നമ്മുടെ ശരീരത്തിലും തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മളുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും അവ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും PSCയിൽ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഇതാണെന്ന്. അപ്പം വൻകുടലിലാണ്, ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഏതൊക്കെ വിറ്റാമിനുകളാണ്? വിറ്റാമിൻ ബിയും അതുപോലെ തന്നെ വിറ്റാമിൻ കെയും ഒക്കെ ഈ നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ദഹിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ സൂക്ഷ്മജീവികൾ സഹായിക്കും. അതുപോലെ തന്നെ വിറ്റാമിൻ കെ, വിറ്റാമിൻ B12 തുടങ്ങിയ അവശ്യ വിറ്റാമിനുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതും ഇത്തരത്തിലുള്ള നല്ല ബാക്ടീരിയകളാണ്, ഗുഡ് ബാക്ടീരിയാസ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണ നിർമ്മാണത്തിനും നമ്മുടെ ഈ ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. തൈര്, യോഗട്ട്, ഈ പാല് പുളിപ്പിച്ച് തൈരാക്കുന്നത് ലാക്ടോബാസിലസ് എന്നുപോലത്തുള്ള ബാക്ടീരിയകളാണ്. അവ പ്രോബയോട്ടിക്കുകൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചീസ്, വെണ്ണ തുടങ്ങിയ പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ ഇവ ഉപയോഗപ്രദമാണ്. അതുപോലെ പുളിപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ, അച്ചാർ, ബ്രെഡ്, ചില പരമ്പരാഗത വിഭവങ്ങൾ, ദോശ മുതലായിട്ടുള്ളവയൊക്കെ ഇവയുടെ നിർമ്മാണത്തിനും ഈ ചില ഇനം ബാക്ടീരിയകളൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തുള്ള കുറേ നല്ല കാര്യങ്ങളും ഈ ബാക്ടീരിയകൾ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താ, അതുപോലെ തന്നെ ബാക്ടീരിയകളും ഫംഗസുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പം നല്ല വളക്കൂറുള്ള മണ്ണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിലാണ് അത് നല്ല രീതിയിൽ അവിടെ ജൈവാവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർന്ന് നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കുറച്ച് എക്സാമ്പിൾ പറയുവാണെങ്കിൽ
മറ്റ് വ്യാവസായിക പാരിസ്ഥിതിക ഉപയോഗങ്ങളും ഉണ്ട് ഈ ബാക്ടീരിയകൾക്ക്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മലിനീകരണം ഇല്ലാതാക്കാൻ, എണ്ണച്ചോർച്ച പോലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ മലിനീകാരികളെ നശിപ്പിക്കാൻ ചിലതരം ബാക്ടീരിയകൾ ഉപയോഗിക്കുന്നു. അതുപോലെ ജൈവ ഇന്ധനവും രാസവളവും, അതിനകത്ത് മീഥേൻ പോലുള്ള ജൈവവാതകങ്ങളുടെ ഉൽപ്പാദനത്തിനും നൈട്രജൻ ഫിക്സേഷൻ വഴി മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കാനും ബാക്ടീരിയകൾ സഹായിക്കുന്നു. അതുപോലെ ചിലതരം ആൻറ്റിബയോട്ടിക്കുകൾ, വാക്സിനുകൾ എന്നിവരുടെ നിർമ്മാണത്തിനും ഈ ബാക്ടീരിയകളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ബാക്ടീരിയകൾ എല്ലായ്പ്പോഴും ദോഷകാരികളല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും ആധുനിക ജീവിതത്തിനും അത്യന്താപേക്ഷിതമായ സൂക്ഷ്മജീവികളാണ്. ഓക്കെ, അത്രയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈ ഒരു കോളത്തിൽ ഫംഗസുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ചില സൂക്ഷ്മജീവികളായ ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. അപ്പോൾ ഈ പേരൊന്ന് ശ്രദ്ധിക്കുക. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. അപ്പോൾ ഇവയുടെയൊക്കെ പേര് സെലക്ട് ചെയ്തിട്ട് ഇവ ഏത് ജീവിവർഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അതിന് നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവയെല്ലാം ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ രോഗം. ഓക്കെ, അപ്പോൾ അതിത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് രോഗങ്ങൾ പകരുന്ന വഴി നമുക്കറിയാം. പല രീതിയിലും രോഗങ്ങൾ വരാം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും ഒക്കെ തൂവാല കൊണ്ട് മറയ്ക്കുന്നത് ഈ രോഗങ്ങൾ പകരാതിരിക്കാനാണ്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിച്ചില്ലെങ്കിൽ ഈച്ച പോലുള്ളതുള്ള കാരണം നമുക്ക് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അടുത്തത് ഒരു ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും. ഇപ്പോൾ 2 രീതിയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഒന്നാമത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, അടുത്തതായിട്ട് രോഗാണുവാഹകരിൽ നിന്ന്. ആദ്യം നമുക്ക് ഈ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയൊക്കെയാണ് ശരീരത്തിൽ ഈ രോഗാണുക്കൾ പ്രവേശിക്കുന്നതെന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് മണ്ണിലൂടെ വരുന്നത്. അപ്പോൾ മണ്ണിലൂടെ വിരശല്യം ഉണ്ടാകും. കുട്ടികളൊക്കെ ചെരുപ്പിടാതൊക്കെ പോകുമ്പോഴും കയ്യിലെ നഖത്തിലൂടെയൊക്കെ വിരകൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അങ്ങനെ വിരശല്യം കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട്. പൊതുസ്ഥലത്തൊക്കെ മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്നവരിലാണ് കൂടുതലായിട്ട് ഈ വിരശല്യത്തിൻ്റെ പ്രശ്നം കാണുന്നത്. അതുപോലെ തന്നെ ടെറ്റനസ്, മുറിവിൽ കൂടെയൊക്കെയാണ് ഉള്ളിൽ പ്രവേശിച്ചിട്ട് പലതരത്തിലുള്ള മാരകമായിട്ടുള്ള ഈ ടെറ്റനസിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ, അടുത്തതായിട്ടാണ് പറയുന്നത് വായുവിലൂടെ എന്തെയാണ് ഏറ്റവും ക്ഷയം, ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ അസുഖം വായുവിലൂടെയാണ് പകരുന്നത്. അതുപോലെ നമ്മുടെ സിമ്പിൾ അസുഖമായിട്ടുള്ള പനി, ജലദോഷം ഇവയെല്ലാം വായുവിലൂടെയാണ് പകരുന്നത്. അടുത്തതായിട്ട് ജലവും ഭക്ഷണവും വഴി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈഫോയിഡ്. പിന്നെ അതുപോലെ തന്നെ കോളറ, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ, ഇതെല്ലാം ജലവും ഭക്ഷണവും വഴി തന്നെ പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിളാണ്. അടുത്തത് രോഗാണുവാഹകരിൽ നിന്ന്. ഈ രോഗാണുവാഹകരെയാണ് നമ്മൾ പറയുന്ന പേരാണ് വെക്ടേഴ്സ് എന്നുള്ളത്. അത് നമ്മളിനി അടുത്ത ഇതിൽ പഠിക്കും. അപ്പോൾ ഈ രോഗാണുവാഹകരിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് 2 പേരാണ് നമുക്ക് ഏറ്റവും ഫെമിലിയറായിട്ട് അറിയാവുന്നത്. ഒന്നാമത് കൊതുക് പരത്തുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ തുടങ്ങിയവയെല്ലാം. ഈച്ച പരത്തുന്നതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് കോളറ എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യരിലേക്ക് പരത്തുന്ന അസുഖങ്ങൾക്ക് എക്സാമ്പിളാണ് കുഷ്ഠം. അതുപോലെ തന്നെ വട്ടച്ചൊറി, ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അത് നമ്മൾ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷികൾ പരത്തുന്നത്, അത് പ്രധാനമായിട്ടുള്ളതാണ് പക്ഷിപ്പനി, H5N1 വൈറസ് മൂലമാണ് അത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. രോഗാണുവാഹകരായിട്ടുള്ള ഏതൊക്കെ ജീവികളെ കണ്ടെത്താൻ സാധിച്ചു, അപ്പോൾ അതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക. അടുത്തതാണ് രോഗാണുവാഹകർ. അപ്പോൾ രോഗാണുവാഹകരുടെ പടമാണ് ഈച്ച, ചെള്ള്, കൊതുക്, വവ്വാല്, പല ജീവികളുടെയും പടം താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താ, രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. അപ്പോൾ ഈ രോഗാണുവാഹകരും രോഗകാരിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അതായത് രോഗകാരികൾ, അതായത് പത്തോജൻസിനെ, അങ്ങനത്തുള്ള പത്തോജൻസ് ആയിട്ടുള്ള സൂക്ഷ്മജീവികളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് മുതലായിട്ടുള്ള പലതരം സൂക്ഷ്മജീവികൾ വരും. അങ്ങനത്തുള്ള ആ പത്തോജൻസിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഇവർ വഴിയാണ് നമ്മുടെ ദേഹത്തോട്ട് എത്തുന്നത്. അതായത് ഇവരാണ് ശരിക്കും രോഗാണുവാഹകർ. രോഗാണുവിനെ വഹിക്കുന്നവരാണ് രോഗാണുവാഹകർ. അവരുടെ പേരാണ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല് തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ പരിസരം മലിനമാകുമ്പോൾ പല രീതിയിലുള്ള എലികൾ പെരുകാം, കൊതുകും ഈച്ചയും ഒക്കെ പെരുകാം. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലും
ഉണ്ടാവും. അതൊക്കെ നമുക്കറിയാമല്ലോ. ഈച്ച പേരിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത് വൃത്തിയില്ലാത്ത ജലാശയങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ഒക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരാം. അതുപോലെ തന്നെ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. അതിനാണ് നമ്മൾ ഡ്രൈ ഡേ ഒക്കെ ആചരിക്കുന്നത്. അതുപോലെ തന്നെ എലിയും സെയിം ഇതേ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങളും അതിന് അനുകൂലമായിട്ടുള്ള ഓടകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് അത് പെറ്റുപെരുകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഈ പെസ്റ്റിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള ജീവികളെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ഇങ്ങനെ പല തരത്തിലുള്ള അസുഖങ്ങളും പടർന്നു പിടിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ, ഈ വീട്ടുപരിസരങ്ങളിലും ബാക്കിയുള്ള സാഹചര്യങ്ങളിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം മാക്സിമം ഒഴിവാക്കുക. പിന്നെ നമ്മുടെ കൊതുകടിയേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, നെറ്റ് ഉപയോഗിക്കുക, പുകയ്ക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാൽച്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗ്ഗങ്ങളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇതിൽ വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ തന്നെ പറ്റുന്നതാണ്. പിന്നെ ഈ രോഗങ്ങൾ പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും കൂടെ ഉള്ള രോഗങ്ങൾ പകരാതിരിക്കാൻ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഭയങ്കര സിമ്പിളാണല്ലേ, അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. അടുത്തത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക. അടുത്തത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മൃഗങ്ങളിലും സസ്യങ്ങളിലും ഒക്കെ ഈ പല രീതിയിലുള്ള രോഗങ്ങൾ ഈ വൈറസും ബാക്ടീരിയ ഒക്കെ കൊണ്ട് വരാറുണ്ട്. കോഴി വസന്ത, പിന്നെ അതുപോലെ ആഫ്രിക്കൻ പന്നിപ്പനി, പക്ഷിപ്പനി, കോഴികൾക്കുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. മൃഗങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നതാണ്. അതുപോലെ നെല്ലിലെ ഇലത്തവിട്ട് പുള്ളി, മൊസൈക്ക് രോഗം, ബ്ലൈറ്റ് ഡിസീസ്, തെങ്ങിലെ കൂമ്പ് ചീയലും ഇതും പലതരത്തിലുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായിട്ടുള്ള രോഗാണുക്കൾ കൊണ്ടാണ് ചെടികളിൽ ഈ രോഗങ്ങൾ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇങ്ങനെ അസുഖങ്ങൾ ചെടികളിലും മൃഗങ്ങളിലും മനുഷ്യരിലും പോലെ തന്നെ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ശുചിത്വ ശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ, അത് നല്ലതല്ല. ഭക്ഷണത്തിന് മുമ്പും പിൻപും കഴുകുക. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കണം. കൈകാലിലെ നഖങ്ങൾ വെട്ടാറില്ല, അത് തെറ്റാണ്, അത് നല്ല ശീലമല്ല. അപ്പോൾ നമ്മൾ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം ഈ നഖത്തിനടിയിലൊക്കെ മണ്ണും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലെത്തുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിപ്പ പോലത്തെ വൈറസ് രോഗങ്ങളൊക്കെ നമുക്കറിയാമല്ലേ. ഈ പഴന്തീനി വവ്വാലുകളാണ് ഇതിൻ്റെ രോഗാണുവാഹകരായിട്ട് പറയുന്നത്. അങ്ങനെ വളരെ മാരകമായിട്ടുള്ളൊരു ഡിസീസാണ് ഈ നിപ്പ വൈറസ് എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനത്തുള്ള ശീലങ്ങൾ ചെയ്യുന്നവരിലാണ് പെട്ടെന്ന് വരുന്നത്. അതുപോലെ തന്നെ തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. ഹെപ്പറ്റൈറ്റിസ് എ മുതലായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത് നല്ല ശീലമല്ല. പല രീതിയിലും അത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. പിന്നെ ദിവസവും കുളിക്കുന്നത്, വ്യക്തിശുചിത്വം പാലിക്കുന്നതും വളരെ അത്യന്താപേക്ഷിതമാണ് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞേക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനെ സ്വാഭാവിക പ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശരീരത്തിലൊരു രോഗാണു കയറി, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ മാക്സിമം പുറന്തള്ളാൻ ശ്രമിക്കും. അങ്ങനെ കിട്ടുന്ന അതിന് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന്, അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല. ചിലർക്ക് നല്ല പ്രതിരോധ ശേഷി കാണും, എന്നാൽ മറ്റു ചിലർക്ക് വളരെ കുറഞ്ഞ പ്രതിരോധ ശേഷിയായിരിക്കും ഉള്ളത്. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. അപ്പോൾ ഏതൊക്കെയാണ്? പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയിട്ടുള്ള ചില പകർച്ചവ്യാധികളുണ്ട് അവയ്ക്കെതിരെ. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവെപ്പുകൾ, അതായത് വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത പ്രതിരോധ ശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ചില രോഗങ്ങൾ, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി, അങ്ങനത്തെ കുറേ അസുഖങ്ങളുണ്ടല്ലോ, ഡിഫ്തീരിയ,
ടെറ്റനസ്, ഇങ്ങനത്തുള്ള കുറേ പകർച്ചവ്യാധികളുണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് പറ്റത്തില്ല. പെട്ടെന്നല്ല, നമുക്കങ്ങനെ ശരീരത്തിന് സാധിക്കില്ല. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിരോധ കുത്തിവെപ്പുകൾ അഥവാ വാക്സിനേഷൻസ് എടുക്കുന്നത്. വാക്സിനേഷൻസിനെ പറ്റി എല്ലാവരും അവെയർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുവഴി എന്താണ് സംഭവിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി നമുക്ക് ഉള്ളതല്ല, അത് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയാണ്. അപ്പോൾ അതാണ് വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്നതാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്സിനേഷൻ ചാർട്ടിൻ്റെ ഒരു ചെറിയ കാര്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ട് ഓർത്ത് വയ്ക്കാം, അല്ലാത്തവർ കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആദ്യം കൊടുക്കുന്നത് 3 വാക്സിൻസാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ, വായിക്കൂടെ കൊടുക്കുന്ന പോളിയോ വാക്സിനാണ് OPV എന്ന് പറയുന്നത്. അടുത്തത് BCG, ബാസിലെ കാൽമെറ്റ് ഗ്യൂറിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതെന്ന് പറഞ്ഞേക്കുന്നത് ട്യൂബർകുലോസിസിനെതിരായിട്ട് കൊടുക്കുന്നതാണ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് B വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്സിൻ. അപ്പോൾ ഈ 3 വാക്സിനാണ് നമ്മൾ ജനന സമയത്ത് കുട്ടിക്ക് കൊടുക്കുന്നത്. അടുത്തത് കുട്ടിക്ക് 6 ആഴ്ചയാകുമ്പോൾ ഈ OPVയുടെ തന്നെ ഫസ്റ്റ് ഡോസ് കൊടുക്കും. അടുത്തത് RVV1, അതായത് റോട്ട വൈറസ് വാക്സിൻ കൊടുക്കും. ഒപ്പം തന്നെ പെൻഡാവാലൻ്റ്. പിന്നെ FIPV, അത് ഫ്രാക്ഷണൽ പോളിയോ വാക്സിനാണ്, അതായത് ഇഞ്ചക്റ്റബിളായിട്ട് കൊടുക്കുന്ന പോളിയോ വാക്സിൻ. വായിക്കൂടെ കൊടുക്കുന്നത് കൂടാതെ കുത്തിവെപ്പിൽ കൂടെ കൊടുക്കുന്ന പോളിയോ വാക്സിനാണ് FIPV എന്ന് പറയുന്നത്, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. അതും ഈ 6ാമത്തെ ആഴ്ചയിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ PCV, അതായത് PCV എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനാണ്. ഓക്കെ, അടുത്തത് 10 ആഴ്ചയാകുമ്പോൾ ഈ OPV1 കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ 2ാമത്തെ ഡോസും റോട്ട വൈറസിൻ്റെ 2ാമത്തെ ഡോസും പെൻഡാവാലൻറ്റിൻ്റെ ഡോസും കൊടുക്കും. അവിടെ നമ്മൾ മറ്റേ കൊടുത്തിട്ടുള്ള ലാസ്റ്റ് 2 കൊടുത്തിട്ടുള്ള കുത്തിവെപ്പുകൾ 10ാമത്തെ ആഴ്ച കൊടുക്കത്തില്ല, പകരം 14ാമത്തെ ആഴ്ചയിലാണ് കൊടുക്കുന്നത്. ഈ 10ാമത്തെ ആഴ്ചയിൽ ഈ 3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. OPV2, RVV2 റോട്ട വൈറസ് വാക്സിൻ, പിന്നെ പെൻഡാവാലൻ്റ് 2. 6ാമത്തെ ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലും സെയിം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ OPVയുടെ 3ാമത്തെ വാക്സിനും RVV റോട്ട വൈറസിൻ്റെ 3ാമത്തെ വാക്സിനും പെൻഡാവാലൻ്റെ 3ാമത്തെ ഡോസും അതുപോലെ തന്നെ ഈ ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ്റെ 2ാമത്തെ ഡോസും PCVയുടെ 2ാമത്തെ ഡോസുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പം ഫുൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് നോക്കി എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു 4-5 പ്രാവശ്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് മാത്രമേ ഉള്ളൂ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളത്, ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുഞ്ഞുനാളത്തെ കഴിഞ്ഞു. പിന്നെ 9ാമത്തെ മാസത്തിലാണ്. 9ാമത്തെ മാസത്തിൽ ആദ്യം കൊടുക്കുന്നത് MR എന്ന് പറഞ്ഞിരിക്കുന്നത്, നേരത്തെ അത് MMR എന്നുള്ള വാക്സിനായിട്ട് കൊടുക്കുന്നത് മംസ്, മീസൽസ്, റൂബെല്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ മംസിൻ്റെ വാക്സിൻ ഒഴിച്ചിട്ട് മീസൽസ്, റൂബെല്ല വാക്സിനാണ് 9ാം മാസത്തിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ PCVയുടെ ബൂസ്റ്റർ, ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. നമ്മൾ PCV പറഞ്ഞായിരുന്നല്ലോ നേരത്തെ 10ാമത്തെ ആഴ്ചയിലും 6ാമത്തെ ആഴ്ചയിലും അതുപോലെ തന്നെ 14ാമത്തെ ആഴ്ചയിലും PCV ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും കൊടുത്തു. അതിൻ്റെ ബൂസ്റ്റർ ഡോസാണ് നമ്മൾ 9ാമത്തെ മാസത്തിൽ കൊടുക്കുന്നത്. പിന്നെ വിറ്റാമിൻ A, അതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫ്രാക്ഷണൽ പോളിയോ വാക്സിൻ ഉണ്ടല്ലോ, ഇഞ്ചക്റ്റബിൾ ആയിട്ടുള്ളത്, അതും കൊടുക്കും. അത്രയാണ് 9ാം മാസത്തിൽ കൊടുക്കുന്നത്. 16ാമത്തെ മുതൽ 24ാമത്തെ മാസം വരെ കൊടുക്കുന്നത് MR2, അതായത് ഈ മീസൽസ് റൂബെല്ല വാക്സിൻ്റെ സെക്കൻഡ് ഡോസും അതുപോലെ തന്നെ OPV ബൂസ്റ്റർ. OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ്. പിന്നെ DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഇതിൻ്റെ ബൂസ്റ്റർ ഡോസും പിന്നെ വിറ്റാമിൻ Aയുടെ സെക്കൻഡ് ഡോസുമാണ് കൊടുക്കുന്നത്. പിന്നെ 5-6 വയസ്സാകുമ്പോൾ വീണ്ടും DPT കൊടുക്കും, അതായത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് തൊണ്ടമുള്ള, പിന്നെ പെർട്ടൂസിസ് എന്ന് പറയുന്നത് വില്ലൻ ചുമ, പിന്നെ ടെറ്റനസ് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ 3ൻ്റെയും കൂടെ വാക്സിനാണ് ഈ 5 മുതൽ 6 വയസ്സ് വരെയുള്ളത് ബൂസ്റ്റർ ഡോസായിട്ട് കൊടുക്കുന്നത്, സെക്കൻഡ് ബൂസ്റ്റർ ഡോസായിട്ട് കൊടുക്കുന്നത്. പിന്നെ 10 വയസ്സിൽ TD, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുക്കും. 16ാമത്തെ വയസ്സിൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ്റെ സെക്കൻഡ് ഡോസും കൊടുക്കും.
ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഇച്ചിരി നല്ല കൺഫ്യൂസിങ് ആണ്. ഇത് എഴുതി തന്നെ പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്തത് പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിവ് കൊടുക്കാം, അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ശരിയായ അറിവും പ്രതിരോധ മാർഗ്ഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ വാക്സിനേഷൻ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണ്, പകർച്ചവ്യാധികൾ എന്താണ് എന്ന് പറഞ്ഞു. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് പറഞ്ഞു. അടുത്തത് മഹാമാരി എന്താണെന്ന് പറഞ്ഞു, അല്ലേ? മഹാമാരി എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? പാൻഡമിക്. അതെന്ന് പറയുന്നത് ഒരു മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും അതുപോലെ തന്നെ നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിളാണ് വസൂരി, ക്ഷയം, പ്ലേഗ് മുതലായവ. അടുത്തത് പലതരത്തിലുള്ള രോഗകാരികളെ പറ്റി പറഞ്ഞു. പത്തോജൻസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായവ. പിന്നെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. അത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് നമുക്ക് ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്. നമുക്ക് ദഹനത്തിനായാലും മറ്റുള്ള പല ജീവിത സന്ദർഭങ്ങളിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫംഗസ്, പ്രധാനമായിട്ട് അതിനകത്ത് ഈ കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഫംഗസുകളാണ്. അത് രോഗമുണ്ടാക്കുന്ന ഫംഗസുകളാണെന്ന് പറഞ്ഞു. പിന്നെ രോഗങ്ങൾ പകരുന്ന വഴി എന്താണ്, ഏതൊക്കെ രീതിയിലാണ് രോഗങ്ങൾ പകരുന്നത്, ശരീരത്തിലെത്തുന്നത്, അത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെയും രോഗാണുവാഹകരിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഈ രോഗാണുവാഹകർ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് വെക്ടേഴ്സ്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച, ചെള്ള്, കൊതുക്, വവ്വാൽ എന്നൊക്കെ പറയുന്നത് രോഗാണുവാഹകരും. അതേസമയം നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് ബാക്ടീരിയ, വൈറസ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് രോഗാണുക്കളുമാണെന്നുള്ളത് തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് പരിസരം മലിനമാകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് രോഗാണുവാഹകർ പെരുകുന്നത്, അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞത് നമ്മൾ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞു. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് രീതിയിലുള്ളതുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ആർജിതമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതിന് പറയുന്ന പേരാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഈ അക്വേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻ എടുക്കുന്നത്. അപ്പോൾ ആ വാക്സിനേഷൻ്റെ ചാർട്ടാണ് ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ വാക്സിൻ ആണെന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് പറയാനുള്ളത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.